ഗഡലക്കറി ഇതാണ് കണ്ടെയ്നർ റൂം കേട്ടോ. ഇതിൻ്റെ ടീം സെറ്റ് ചെയ്യാൻ പോകട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കൊഴിഞ്ഞാമ്പാറയിലുള്ള ഒരു റിസോർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഹേ ഡേയ്സ് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ ഞാൻ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുക്കാം കേട്ടോ, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കയറി ചെന്നതും നമുക്ക് എന്താ പറയുക, കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സ്വിമ്മിങ് പൂള്, അങ്ങനെ കുറച്ച് ഗെയിംസ്, അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു 1 ഡേ സ്റ്റേ, പിന്നെ എന്താ പറയുക, ഒന്ന് എൻജോയ് ചെയ്യണമെങ്കിലൊക്കെ ഇവിടെ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമുക്കൊരു 4-5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഓക്കെ, ഞങ്ങളവിടെ എത്തി പൂളിലൊക്കെ കളിച്ച് കുറച്ച് നേരമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ വല്ല അറേഞ്ച് ചെയ്യുന്നു കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയാണ്, എന്താ പറയുക. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ, നമ്മൾ അടുത്തുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട്, പാലക്കാടുള്ളവർ ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യേണ്ടത്. പിഗില് വന്നു, തേർഡ് പ്രസാദ്, ആകാശ് വന്നു. അപ്പൊ അപ്പൂസാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൂസിന് അപ്പൊ 100 രൂപ ക്യാഷ് പ്രൈസ് അടുത്തുണ്ട്. 100 രൂപ കേട്ടോ. ഞാൻ പറയാം, 3, 2, 1 സ്റ്റാർട്ട്. ആദ്യം ഇറങ്ങ്, ഇറങ്ങ്. ഞാൻ 22, 23, 24, 25, 26, 27, 27. ഇവൻ ഉടായിപ്പാണ് കേട്ടോ. നമുക്ക് റീമാച്ച് കൂടി ഒന്ന് നോക്കാം. ആകാശ് വിത്ത് അപ്പൂട്ടാ നോക്കാം. ഗായ്സ്, സ്റ്റാർട്ടായിട്ട് കുറച്ച് സെക്കൻഡ് ആയി. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് 3 പേര് നിൽക്കുന്നുണ്ട് കേട്ടോ. നീ വിട്ടോ പ്രസാദ് വിട്ടോ. പ്രസാദിനെ നമ്മൾ വേണ്ടാന്ന് വെച്ചാണ്. പക്ഷെ വന്നിരിക്കുന്നു 45 സെക്കൻഡ് ഗൈസ് ഇതാ കാണിച്ചു. അപ്പോൾ നമ്മൾ പൂളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ക്യാരം ബോർഡൊക്കെ കളിക്കാമെന്ന് പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ക്യാരം ബോർഡൊക്കെ കളിച്ച് കുറച്ച് നേരം നമ്മൾ അവിടെ ചില്ല് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് രാവിലത്തെ കാര്യങ്ങൾ കൂടി കാണട്ടെ. ഞാൻ ഫുള്ളായിട്ടുള്ള റിസോർട്ടിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം ഞാൻ അടുത്ത ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. ഓക്കെ, ബാ ഗായ്സ്. അപ്പോൾ വെൽക്കം ബാക്ക്, ഒരു പുതിയൊരു വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലുള്ള റിസോർട്ടിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റിസോർട്ടിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മൾ താമസിച്ച റൂമിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം ഗൈസ്. കേട്ടാ, നമ്മൾ കണ്ടെയ്നർ കൊണ്ട് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കണ്ടെയ്നർ ഇവിടെയാണ് കേട്ടോ പൂള് വരുന്നത്. പൂളിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ്ടാ പൂള്. അപ്പോൾ എത്ര നേരം ഞങ്ങൾ പൂളിൽ കളിച്ചതിൻ്റെ കേട്ടോ, കണ്ണൊക്കെ ഫുള്ള് ചുവന്ന് കിടക്കുകയാണ്. ഇനി നമുക്ക് കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ പോയി കാണാം കേട്ടോ. ഹായ് പറ. ഹലോ വണക്കം. ഇതാണ് കണ്ടെയ്നർ റൂം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡ് ബാത്റൂം കേട്ടോ. ബാത്റൂം നല്ല അടിപൊളിയാണ്. അത് കുളിക്കാനുള്ളത്. ക്ലോസറ്റ്, ഇതൊരു ബെഡ്, അടുത്ത ബെഡും. ഇവിടെ തന്നെ എത്ര പേര് കിടക്കാന്നറിയാം. കണ്ടില്ലേ, അതിൻ്റെ ഉള്ള എല്ലാം ഫുള്ള് വ്യൂ കാണിച്ചില്ല. കണ്ടെയ്നർ റൂം, ക്യാരംസ് കളിക്കാനുള്ള കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് ആ ഭാഗത്തൂടെ കേട്ടോ. അവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ് സംഭവം. പക്ഷെ അടിപൊളി വൈബ് പ്ലേസാണ്. ഇവിടെ തറവാട് എന്നാണ് പേര്. തറവാട് കാണിച്ചിട്ട് പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. തറവാട് ഉള്ളിലുള്ള സെറ്റപ്പ് കാണിച്ചു. അടിപൊളി ഒരു ആർട്ടൊക്കെ ഉണ്ട്. കണ്ടില്ലേ ആർട്ട്. നൈറ്റ് മോഡ്, എൻ്റെ നൈറ്റ് മോഡ് കാണാം കേട്ടോ. നൈറ്റ് മോഡ് അടിപൊളിയായിരുന്നു. ഇതുണ്ടോ, ഇതാണ് റൂം. സോ ലൈറ്റ് AC ഇനി ഓഫ് ചെയ്തില്ല. ഇതാണ്ട റൂം. ആകെ മൊത്തം ഉള്ളത് 8 പേരായിരുന്നു. 8 പേര് ഇവിടെ കിടന്നത്. 4 മൊത്തം 5 പേര്. ഇതിൻ്റെ അകത്ത് തന്നെ 5 പേര് കിടന്നു. നമുക്ക് ജിമ്മിന് പോകുന്നവരാണ്. ജിമ്മിനൊക്കെ പോകാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാം കാണിച്ചു തരാം. കമോൺ. ഓക്കെ, സെറ്റപ്പിന് അടിപൊളിയാണ്. അതാ ഫുള്ള് സെറ്റാണ്. ഇത് നമ്മൾ ഷട്ടിൽ കളിക്കാനുള്ളത് കേട്ടോ. ഷട്ടിൽ കളിക്കാനുള്ളത് മാത്രമല്ല, ജിമ്മിൻ്റെ ഞാൻ കാണിച്ചു തരാറില്ലേ, വർക്കൗട്ട് സെൻറ്റർ. ഇത് കണ്ടില്ലേ, ഇത് പിന്നെ അതിന് ഗെയിംസ്, കുറേ ഗെയിം കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ക്രിക്കറ്റ്,
ഷട്ടിൽ കോട്ട് എല്ലാം ഉണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ ഞാൻ പുതിയ കണ്ണാടയൊക്കെ ഇട്ടുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട് നോക്ക്. ഫുള്ള് ഇരുട്ടാണ്. നമുക്ക് അപ്പോൾ കഴിക്കാൻ പോവാട്ടാ. ഓഹോ കേട്ടോ, അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഊഞ്ഞാൽ, പിന്നെ ഇരിക്കാൻ ഇവിടെയാണ് വാട്ടർ ടാങ്ക്. ഹൈ ഡേയ്സ് ഇൻ, ഇതാണ് സംഭവം ഗൈസ്. ഇതാണ് പിള്ളേർ ഫുള്ള് ഫോട്ടോഷൂട്ടിലൊക്കെയാണ്. ഇതാ, ഇത് വരിക്കാശ്ശേരി മനയല്ല, ഇതാണ് തറവാട്, കൊഴിഞ്ഞാമ്പാറയിലുള്ള തറവാട്. വരിക്കാശ്ശേരി മന, കൊഴിഞ്ഞാമ്പാറയിലെ വരിക്കാശ്ശേരി മന. ഗൈസ് അങ്ങനെ ഫുഡ് എത്തിയിരിക്കുകയാണ് ഗൈസ്. പുട്ട്, പഴം, ഭയങ്കര സോഫ്റ്റ് പുട്ട്. കറി എന്താണോ പറയട്ടാ, ഗടലക്കറി ഗൈസ്. നമ്മൾ 3 പുട്ട് വെച്ചിട്ടുണ്ട്, കറി ഒഴിക്കാൻ പോകുന്നത്. അതങ്ങനെ കഴിക്കാന്ന് കാണിച്ചു തരാട്ടാ. ഇങ്ങനെ ആക്കി ഇങ്ങനെ എടുത്ത് മത്സരം കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു. ലീഡിങ് ഞാൻ പറഞ്ഞില്ലേ ഒരു ഹിഡൻ പ്ലേസ് കണ്ട, ഇതാണ് കേട്ടോ. പത്തായപ്പെട്ടി എന്നാണ് കണ്ടത്, കണ്ടില്ലേ? കം ബേബ് കമോൺ. ഇത് കയറിയിട്ട് വേണം നോക്കാൻ പോകാൻ, എന്താണ് അവിടെ ഉള്ളതെന്ന് അറിയില്ല. നോക്കാം. ഇതൊരു ചന്ദ്രമുഖി സീനാണ് കേട്ടോ അപ്പം നിങ്ങൾ കാണാൻ പോണത്. ഇവിടെ പത്തായപ്പെട്ടിയിലൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നമ്മുടെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉണക്കാനിട്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഗൈസ് നമ്മൾ എന്താ പറയുക, കപ്പിൾസിനായിട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്നുള്ളത് അവിടേക്ക് വന്നിരിക്കേണ്ട ആളെ നമ്മളെ കൊണ്ടുവന്നാണ്. ഒരു ചെറിയൊരു പ്രോപ്പർട്ടി, അതൊന്ന് കാണിച്ചു തരാം. നല്ല പ്രൈവസിയാണ് ഗൈസ്. ഒരു ബെഡ്റൂം, ഒരു ഹാള്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് നല്ല പ്രൈവസിയാണ്, ഒരു വീടായിട്ടാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് അന്ന് രാവിലെ നേരത്തെയാണ് കേട്ടോ. ഒരു 7 മണി 7:30 ഉണ്ടാവും. ആ ഒരു സമയത്തൊക്കെ നമ്മൾ പൂളിൽ ഇറങ്ങിയതാണ് കേട്ടോ. രാവിലെ ഭയങ്കര തണുപ്പായിരുന്നു, പക്ഷേ പൂള് ഭയങ്കര ഫ്രീ ആയിരുന്നു രാവിലെ. അപ്പോൾ നമ്മൾ അന്ന് ഇറങ്ങിയിട്ട് എടുത്താണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് രാവിലെ 11 മണിയായിരുന്നു. നമ്മൾ ഇന്നലെ 1 മണിക്കൊക്കെ തന്നെയാണ് ഇവിടെ എത്തിയത്. പിന്നെ ചെക്ക് ഔട്ട് എന്ന് പറയുന്നതും ഇന്ന് അതുപോലെ 11 മണിക്കാണ്, എല്ലാ റിസോർട്ടിലും പോലെ. ഓക്കെ, അപ്പോൾ നമ്മൾ റിസോർട്ടിലെ ഡീറ്റെയിൽസ് ഉറപ്പായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ആവശ്യമുള്ള എടുത്ത് നോക്കാം. എന്റെ 5x ക്യാമറ സൂപ്പറാടാ. ജീവനുണ്ട് ഗൈസ്. ഓയ് കൈവിട്ട് പോയി ഗൈസ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ റിസോർട്ടിൻ്റെ കാര്യങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ കയറി ഒന്ന് നോക്കുക. അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ടവർ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ലൊക്കേഷനെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ. Baseline nice and slow. Talk box singing, let the rhythm